അഡിനോയിഡ് വീക്കം കൃത്യസമയത്ത് ചികിത്സിക്കാതെ വരുമ്പോഴാണ് കുട്ടിയുടെ മുഖം ഇതുപോലെ വികൃതമാകുന്നത്. അഡിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികളിൽ കാണുന്ന ഗ്രന്ഥിയാണ് മൂക്കിൻ്റെ പിറക് വശത്തായിട്ട്. എന്നാൽ തുടർച്ചയായിട്ടുള്ള അലർജി, ഇൻഫെക്ഷൻ കാരണം പല കുട്ടികൾക്കും ഇത് വീങ്ങും. ഇതിനെയാണ് അഡിനോയിഡിൻ്റെ വീക്കം അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് തുടർച്ചയായിട്ട് ജലദോഷം, കഫക്കെട്ട്, മൂക്കടപ്പ്, തൊണ്ടവേദന, ചെവിന്നൊലിക്കുക, ചെവി വേദന, സദാസമയം വാ തുറന്നിരിക്കുക, വാ തുറന്നുറങ്ങുക, രാത്രിയിൽ കൂർക്കം വലി, ബെഡിൽ അറിയാതെ മൂത്രമൊഴിച്ചു പോവുക, വായിൽ നിന്നും പത വരിക എന്നീ ലക്ഷണങ്ങൾ. ഈ അഡിനോയിഡ് വീക്കം പ്രോപ്പർ ടൈമിൽ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിലാണ് മുഖത്തിൻ്റെ ഷേപ്പ് വികൃതമാവുക. അതായത് മുഖം മുന്നോട്ടേക്ക് ഉന്തി വരിക, പല്ലുകൾ പുറത്തേക്ക് ഉന്തി വരിക, എപ്പോഴും വാ തുറന്ന് കിടക്കുക, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കേൾവിക്കുറവ്, ശ്വാസം ശരിക്ക് കിട്ടാത്തത് കൊണ്ട് രാത്രി ഉറക്കം ശരിയാവില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവ് എന്നിങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അഡിനോയിഡിൻ്റെ വീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടാൽ പ്രോപ്പർ ടൈമിൽ അതിൻ്റെ കാരണങ്ങളും അഡിനോയിഡിൻ്റെ വീക്കവും ചികിത്സിച്ച് ഭേദമാക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലോ ക്ലിനിക്കിലോ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ട് മാറ്റിയെടുക്കാനുള്ള ചികിത്സ നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കും.